നമസ്കാരം. എംഫേവർ ലേണിംഗ് ആപ്പ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ സിപ്പി നൂർദീൻ. അങ്ങനെ ആ ഒരു സുദിനം വന്നിരിക്കുകയാണ്. കൊല്ലം കണ്ണൂരുകാർക്ക് നാളെയാണ് LDC പരീക്ഷ. സ്വാഭാവികമായിട്ടും ഇന്ന് തലേന്ന് പരീക്ഷയെക്കുറിച്ച് ഓർത്ത് ടെൻഷനൊക്കെ ഉണ്ടാവും. പഠിക്കുന്ന കുട്ടികൾക്ക് ടെൻഷൻ ഉണ്ടാവും, അല്ലാത്തവർക്ക് നാളത്തെ സംബന്ധിച്ച് സാധാരണ ഒരു ദിവസം പോയി എഴുതുന്നു എന്ന് മാത്രം. അപ്പോൾ ഈ ഒരു പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നിങ്ങളുടെ പരീക്ഷയിൽ വലിയ ഒരു മാറ്റം ഉണ്ടാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിന് മുന്നേ ആയിട്ട് കഴിഞ്ഞ തിരുവനന്തപുരം LDC പരീക്ഷയിൽ റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള കംപ്ലീറ്റ് കറണ്ട് അഫെയർ ചോദ്യങ്ങൾ നമ്മുടെ ആപ്പിൽ നിന്നുണ്ടായി. അത് ഇത്തവണ ഉണ്ടാവുമെന്നുള്ള ഉറപ്പ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫെയർ നോട്ടുകളൊക്കെ എംഫേവർ കേരള PSC എന്ന ടെലിഗ്രാം ചാനലിൽ നൽകിയിട്ടുണ്ട്. ചാനലിൽ നിന്ന് നിങ്ങൾക്ക് നേരിട്ട് ഡൗൺലോഡ് ചെയ്യാം. ടെലിഗ്രാമിൽ എംഫേവർ കേരള PSC എന്ന് സെർച്ച് ചെയ്ത് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാം. രാത്രികളൊക്കെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചെറിയ നോട്ടുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നോക്കിക്കോളുക. ഓക്കെ, മേലോട്ടൊക്കെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും പഴയ നോട്ടുകളൊക്കെ. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നാളത്തെ പരീക്ഷ എപ്പോഴും തിരുവനന്തപുരം LDC പരീക്ഷയുമായിട്ട് കമ്പയർ ചെയ്തേ നിങ്ങൾ നിൽക്കാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവനന്തപുരം LDC പരീക്ഷാ ചോദ്യപേപ്പറിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ എന്താണോ അതിൽ നിന്ന് ഒരുപക്ഷെ 3-5 ചോദ്യങ്ങൾ കടുകട്ടി ആയെന്നിരിക്കാം, അല്ലെങ്കിൽ 3-5 ചോദ്യങ്ങൾ വളരെ ഈസി ആണെന്നിരിക്കാം. ഓക്കെ, എപ്പോഴും ചോദ്യപേപ്പർ കടുകട്ടി ആകുമ്പോൾ കട്ട് ഓഫ് കുറയുന്നതാണ് രീതി. നേരെ മറിച്ചും ചോദ്യപേപ്പർ ഈസി ആകുമ്പോൾ കട്ട് ഓഫ് ഉയരും. അപ്പോൾ ഇത്തരത്തിൽ LDC തിരുവനന്തപുരം ചോദ്യപേപ്പർ ഒരു ഈസി ടു മീഡിയം ലെവൽ ആയിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഉദ്യോഗാർത്ഥികൾക്കൊക്കെ 70-ന് മേലെ പ്രൊഫഷണൽ കീ വെച്ചിട്ടുണ്ട്. എന്നാൽ 80-ന് മേലെയുള്ള ഉദ്യോഗാർത്ഥികളും ഉണ്ട്. 10,000 കണക്കിനൊന്നും ഇല്ല എങ്കിൽ കൂടിയിട്ടും അത്യാവശ്യം പിള്ളേർക്കൊക്കെ അതൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം, തിരുവനന്തപുരം LDCക്ക് 70-ന് മേലെ മേടിച്ചിട്ടുള്ള കുട്ടികൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സേഫ് സോണിലാണ്. എന്ന് വെച്ച് 70 തന്നെ കട്ട് ഓഫ് ആകണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എന്നാൽ അവർ സേഫ് സോണിലാണ്, അല്ലേ? സേഫ് സോണിലാണ്. എത്ര ഉദ്യോഗാർത്ഥികളെ എടുക്കുമെന്നതിനനുസരിച്ചിരിക്കും യഥാർത്ഥ കട്ട് ഓഫ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നിയമനങ്ങളൊക്കെ വലിഞ്ഞാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇനി അത് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത് മറ്റൊരു കാര്യം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വീണ്ടും നമുക്കറിയാവുന്ന ചോദ്യങ്ങൾ മാത്രം നാളത്തെ പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിച്ചാൽ സമയബന്ധിതമായിട്ട് നിങ്ങൾ 70 എന്ന സേഫ് സോൺ കടന്നിരിക്കും. ഇനി അറിയാൻ പാടില്ലാത്ത ചോദ്യങ്ങൾ അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങളിൽ പ്രസ്താവനകളിൽ 50% അറിവുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഹിറ്റ് ആൻഡ് ട്രയൽ അല്ലെങ്കിൽ എലിമിനേഷനിലൂടെ നമുക്ക് ഉത്തരം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. അത്തരം ചോദ്യങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം കൊടുത്തു കഴിഞ്ഞാൽ അത് ശരിയായാൽ അതും നിങ്ങൾക്കൊരു അഡ്വാൻറ്റേജ് ആണ്. 50% പോലും ഉറപ്പില്ലാത്ത പ്രസ്താവന ചോദ്യങ്ങളിൽ കയറി കുത്തിയാൽ നിങ്ങൾക്ക് നെഗറ്റീവാണ്. 0.33 മാർക്ക് പോലും നിങ്ങളെ 50-ഉം 100-ഉം 150-ഉം റാങ്കിന് പിന്നിലോട്ട് അടിക്കും. നിങ്ങളുടെ നിയമനത്തെ ബാധിക്കും, ജോലിയെ ബാധിക്കും എന്നുള്ള കാര്യം മനസ്സിലായിക്കൊള്ളുക. അപ്പോൾ എപ്പോഴും ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ മനസ്സ് വളരെ ശാന്തമായിരിക്കണം. ടെൻഷൻ ഉണ്ട് ഇല്ല, ആർക്കും ടെൻഷൻ ഇല്ലാതൊന്നും ഇരിക്കത്തില്ല. ഓക്കെ, പഠിച്ച കുട്ടികളുടെ കാര്യത്തിലാണ്. ഇനി മാക്സിമം ടെൻഷൻ ഒരു സൈഡിലോട്ട് ഒതുക്കി വെച്ച് എക്സാം ഹാളിൽ നല്ല ഫൈറ്റിംഗ് മോഡ് നിൽക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് മാത്രമേ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഫൈറ്റിംഗ് മോഡ് എന്ന് പറഞ്ഞാൽ ജീവൻ മരണ പോരാട്ടം എന്നുള്ള രീതിയിലല്ല. ഈ ഒരു പ്രക്രിയയിൽ മാത്രം ശ്രദ്ധിച്ച് മറ്റ് സമ്മർദ്ദങ്ങളൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ സമ്മർദ്ദങ്ങൾ കുറച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തനത്തെ ബാധിക്കാത്ത രീതിയിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു പോകുന്ന ഉദ്യോഗാർത്ഥികൾ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു മാത്സ് ചോദ്യം, ആ ചോദ്യം ശരിയായിരിക്കാം, ബട്ട് ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷനിലില്ല. അപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം എന്തുകൊണ്ട് ഓപ്ഷനില്ല, അല്ലെങ്കിൽ ഓപ്ഷനിലുള്ള ഒരു ഉത്തരത്തിലേക്ക് എനിക്ക് വരണം എന്ന ചിന്താഗതിയോടുകൂടി അവിടെ ഒരു ചോദ്യത്തിന് 5-10 മിനിറ്റ് കളഞ്ഞാൽ തീർന്നു. കിട്ടാത്ത ചോദ്യം അങ്ങ് വിട്ടുകളയുക. മാക്സിമം മാർക്ക് GKയിൽ നിന്നും സ്കോർ ചെയ്യാൻ നോക്കാം. കറണ്ട് അഫെയർ മുഴുവൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എന്താ പറയാ, ജീവിതം തന്നെ മാറ്റിമറിയുന്നുള്ളതാണ്. കാരണം കറണ്ട് അഫെയർ മുഴുവൻ കിട്ടുന്ന ഒരു ഉദ്യോഗാർത്ഥി LD ക്ലർക്കാണ്, നാളത്തെ LD ക്ലർക്കാണ്. ഓക്കെ, അപ്പൊ അത്തരത്തിൽ കഴിഞ്ഞ തിരുവനന്തപുരം LDC പരീക്ഷയ്ക്ക് മുഴുവൻ കറണ്ട് അഫെയർസ് നമ്മൾ ഇതിൽ നിന്നുണ്ടായിരുന്നു. റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടെ അത് ഇത്തവണയും ആവർത്തിക്കപ്പെടുമെന്നുള്ള ഉറപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ
നിങ്ങളുടെ കഴിവിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ പരീക്ഷ എഴുതുക. അല്ലാതെ അയ്യോ കട്ട് ഓഫ് 80-ന് മേലെ വരുമോ, 90 ആകുമോ, എനിക്ക് ജോലി കിട്ടുമോ എന്ന് തുടങ്ങിയ ഒരു ഇതും വേണ്ട. നിങ്ങൾ ഇത്രയും കാലം നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ആ നന്നായിട്ട് പഠിച്ചത് അതേ രീതിയിൽ തന്നെ പരീക്ഷ ഹാളിൽ നന്നായിട്ട് നിങ്ങൾ പെർഫോം ചെയ്യുക. നിങ്ങൾ അറിയത്തില്ല നിങ്ങളുടെ നാളത്തെ ഒരു എന്താ പറയുക, ഒരു വിജയത്തിൻ്റെ രഹസ്യം നിങ്ങളിപ്പോൾ അറിയത്തില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിൽ ആക്കിക്കൊണ്ട് നാളെ നിങ്ങൾ പരീക്ഷ എഴുതി നോക്കിയേ. എക്സാം ഹാളിൽ നിന്ന് നിങ്ങൾ തിരിച്ചു വന്ന് അന്തിമമായിട്ട് പ്രൊഫഷണൽ കീ പ്രകാരം നിങ്ങളുടെ മാർക്ക് സ്കോർ ചെയ്യുമ്പോൾ ഏതൊരു വേഴ്സ്റ്റ് സിറ്റുവേഷനിലും ഒരു ആവറേജ് സ്റ്റുഡൻറ്റിന് 70-ന് മേലെ സ്കോർ ചെയ്യാൻ പറ്റും. ഇവിടെ ഏറ്റവും നന്നായി പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിക്കല്ല ജോലി കിട്ടുന്നത്, ഏറ്റവും നന്നായിട്ട് പരീക്ഷാ ഹാളിൽ പെർഫോം ചെയ്യുന്ന ഉദ്യോഗാർത്ഥിക്കാണ് കിട്ടുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ തിരുവനന്തപുരം LDC എഴുതിയ പല ഉദ്യോഗാർത്ഥികളും അനാവശ്യമായിട്ട് കയറി കറക്കി കുത്തി 70-ന് താഴെ വന്നിട്ടുണ്ട്, 65-ന് താഴെ വന്നിട്ടുണ്ട്. അപ്പം അവർക്കൊക്കെ കിട്ടോ കിട്ടില്ലേ എന്നുള്ള ഒരു സംശയമാണ്. റിസൾട്ട് വരുന്നവരെ കാത്തിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സാഹചര്യം ഉണ്ടാവരുത്. അപ്പോൾ എല്ലാവിധ ആശംസകളും. ഓക്കെ, അപ്പോൾ നമ്മുടെ നോട്ടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. കൃത്യമായിട്ട് പഠിച്ചു പോവുക. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും. താങ്ക് യു.